കേരള കോൺഗ്രസ് എമ്മിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ തോമസ് ചാഴികാടൻ മുഖ്യമന്ത്രിയുടെ നിലപാടിനെ വിമർശിക്കുകയുണ്ടായി. തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് സിപിഎമ്മിൽ നിന്നടക്കം വിമർശനം ഉയർന്നെങ്കിലും മുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ് പക്ഷേ കേരള കോൺഗ്രസ് എം സ്വീകരിച്ചത്. തോമസ് ചാഴികാടൻ മാത്രമാണ് വ്യത്യസ്തമായ ഒരു നിലപാടെടുത്തത്. മുഖ്യമന്ത്രിയെ മാത്രം പഴിചാരുന്നത് തെറ്റാണെന്നാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം വിലയിരുത്തിയത്. സിപിഎമ്മിന്റെ രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണിക്ക് നൽകിയതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിക്ക് അനുകൂലമായ വിലയിരുത്തൽ. കോട്ടയത്ത് പരാജയപ്പെട്ട തോമസ് ചാഴികാടൻ പക്ഷേ തോൽവിയുടെ കാരണങ്ങളിൽ മുഖ്യമന്ത്രിയുടെ നിലപാടുകളെയും ഉൾപ്പെടുത്തിയെന്ന പ്രത്യേകതയുമുണ്ട്. ജി ശ്രീജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. എന്തായാലും കൗതുകകരമായ രാഷ്ട്രീയ വിലയിരുത്തലാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഏറ്റവും പ്രത്യേകതയുള്ളത് സംസ്ഥാനത്തൊട്ടാകെ സിപിഎമ്മിന്റെ വിവിധ ജില്ലാ കമ്മിറ്റികൾ അടക്കം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശൈലി, പോലീസ് വകുപ്പ്, അങ്ങനെ വിവിധ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് മൈക്കിനോടുള്ള പിണറായി വിജയന്റെ പ്രതികരണങ്ങൾ ഇതെല്ലാം ചൂണ്ടിക്കാണിച്ച് വിമർശനം നടത്തി മുന്നോട്ട് പോകുമ്പോഴാണ് മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്താൻ പാടില്ല, അതായത് ഇതൊരു കൂട്ടുത്തരവാദിത്തമാണ് തോൽവിക്കുള്ളത് എന്ന വിലയിരുത്തലുമായി കേരള കോൺഗ്രസ് എം രംഗത്തെത്തിയത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. ജോസ് കെ മാണി ഉൾപ്പെടെ നിരവധി നേതാക്കൾ യോഗത്തിൽ സംസാരിച്ചപ്പോൾ ഇതേ അഭിപ്രായം തന്നെ പങ്കുവച്ചു എന്നുള്ളതാണ്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ചേർത്ത് വായിക്കേണ്ടത് സിപിഎം സമീപകാലത്തില്ലാത്ത നിലയിൽ ഒരു വലിയ വിട്ടുവീഴ്ച നടത്തിക്കൊണ്ട് ഇപ്പോൾ ലോക്സഭാ സീറ്റ് MP വീരേന്ദ്രകുമാറിൽ നിന്നടക്കം അന്ന് ഏറ്റെടുത്ത് മത്സരിച്ചൊരു സിപിഎമ്മിന്റെ ചരിത്രം അവിടെയുണ്ട്. അവിടെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മുന്നണിക്ക് കെട്ടുറപ്പിന് വേണ്ടി കേരള കോൺഗ്രസ് എമ്മിന്റെ ഒരു പിടിവാശിക്ക് നിന്നുകൊടുത്ത് സമ്മർദ്ദത്തിന് ഫലത്തിൽ നിന്നുകൊടുക്കുന്ന ഒരു സിപിഎമ്മിനെയാണ് അടുത്ത കാലത്ത് കണ്ടത്. അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് വലിയ റോളുണ്ട് എന്നും ജോസ് കെ മാണി ഉൾപ്പെടെയുള്ളവർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഫലത്തിലൊരു ഉപകാര സ്മരണ എന്ന നിലയിൽ ഒരു വിലയിരുത്തലിലേക്ക് ഈ കേരള കോൺഗ്രസ് എം കടക്കുന്നു. അതായത് സിപിഎമ്മിന്റെ ജില്ലാ ഘടകങ്ങളടക്കം തോൽവിയുടെ ഉത്തരവാദിത്തത്തിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ട് എന്ന വിമർശനം ഉന്നയിക്കുമ്പോഴാണ് മുഖ്യമന്ത്രിക്ക് അല്ല പങ്ക്, എല്ലാവർക്കും കൂടി ഉത്തരവാദിത്തമുള്ളതാണ്, സർക്കാർ ചില മുൻഗണനകൾ ഉണ്ടാക്കണം എന്നത് മാത്രമേ ഉള്ളൂ എന്നുകൂടി അദ്ദേഹം കേരള കോൺഗ്രസ് എം പങ്കുവെക്കുന്നത്. പക്ഷെ അവിടെയും വ്യത്യസ്തമായ മറ്റൊരു അഭിപ്രായം, തോറ്റത് തോമസ് ചാഴികാടനാണ്, അതുകൊണ്ട് തന്നെ തോൽവിയെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ കൂടി ഈ യോഗത്തിൽ പങ്കുവെക്കുമ്പോൾ അത് മുഖ്യമന്ത്രിയെ കൂടി അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അതായത് പാലായിൽ നവകേരള സദസ്സ് വേദിയിൽ തോമസ് ചാഴികാടനെ മുഖ്യമന്ത്രി ശാസിച്ചത് വാർത്തകളിൽ ഇടം പിടിച്ചതാണ്. അത്തരം വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിട്ടുണ്ട്, അത് തോൽവിക്ക് കാരണമായി എന്ന് തോമസ് ചാഴികാടൻ പറയുന്നു. അതായത് തോമസ് ചാഴികാടൻ സ്ഥാനാർത്ഥിയായ തോമസ് ചാഴികാടന്റെ അഭിപ്രായം മറ്റൊന്നാണ്, അത് കേരള കോൺഗ്രസ് എമ്മിന്റെ അഭിപ്രായം അത് ആകെ മൊത്തത്തിൽ പറയുമ്പോൾ അത് മുഖ്യമന്ത്രിയുടെ മാത്രം കുഴപ്പമല്ല എന്നുകൂടി പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി ഇടതുമുന്നണിയിൽ CPI അടക്കം കടുത്ത വിമർശനം ഉന്നയിച്ച് രംഗത്ത് നിൽക്കുമ്പോഴാണ് അതിൽ നിന്നൊക്കെ CPM-ൽ നിന്നും വ്യത്യസ്തമായ ഒരു അഭിപ്രായം കൂടി കേരള കോൺഗ്രസ് എം പ്രകടിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ കൗതുകകരമായ ഒരു രാഷ്ട്രീയം. മുഖ്യമന്ത്രിക്ക് പിന്തുണ നൽകുകയായിരുന്നു കേരള കോൺഗ്രസ് എമ്മിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം. തോമസ് ചാഴികാടന് മാത്രമാണ് എതിരഭിപ്രായം ഉണ്ടായിരുന്നത്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ നോക്കാം.